ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ ഇന്ന് ഒരു ഉത്സവത്തിന് പോവുകയാണ്. വടക്കൻ മലബാറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് ശ്രീ പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രം. അവിടെ 2024 കാളിയ മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ്. അല്ലൂസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പോകുമ്പോൾ. കാരണം അവനറിയാം ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക. അവിടുത്തെ ഐതിഹ്യങ്ങളോ ദേവിയോ ഒന്നും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഒന്നും അവന് ഇഷ്യൂ ഇല്ല. പക്ഷെ അവിടെ ഉത്സവപ്പറമ്പിലുണ്ടാവുന്ന ഐസ്ക്രീംസും ബലൂൺസും അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഒപ്പരത്തിന് ഇൻട്രസ്റ്റ് ആയി പോകുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അറിയണ്ട, അതുകൊണ്ട് തന്നെ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഓഫീസുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 6-6:30 മണിക്കാണ് ഇറങ്ങുന്നത്. വീഡിയോ എടുക്കുന്ന 2 പേർക്ക് അറിയാമെങ്കിലും 2 പേര് നോക്കുന്നില്ല. ഞാൻ വിളിച്ചൊക്കെ നോക്കാനൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രം അല്ലൂസ് നോക്കിട്ടോ. ശരി, ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള സമയമായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഒരു കാലത്തും ഞാൻ പെട്രോൾ അടിച്ച് വെക്കാറില്ല. ഇപ്പോൾ പെട്രോൾ കഴിയുന്നു, ലാസ്റ്റ് കട്ട എപ്പോഴാണ് വരുന്നത് അപ്പോൾ മാത്രമേ ഞാൻ പെട്രോൾ അടിക്കാറുള്ളൂ. ഞങ്ങൾ ബൈപ്പാസിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് കേട്ടോ പെട്രോൾ അടിച്ചത്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്ട് ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പൊടി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് പോകുന്ന സമയത്തൊക്കെ. ഇതിപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് വലിയ രീതിയിൽ ടാസ്ക് ഇല്ല, പക്ഷെ നല്ല രീതിക്ക് പൊടിയുണ്ട്. പിന്നെ ഈവനിങ് പോകുന്ന സമയത്ത് നല്ല വൈബായിരിക്കും. എപ്പോഴും ഈ റോഡുകളിൽ ബൈപ്പാസ് റോഡുകളൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈവനിങ് നൈറ്റൊക്കെ പോകുന്ന സമയത്ത് നല്ല വൈബ് മൂടായിരിക്കും. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് അവിടെ നല്ല ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു 6:30-6:45 സമയമൊക്കെ ആയാൽ ഒരു നല്ല ഒരു ഇടിഞ്ഞ് വെളിച്ചമൊക്കെ വരും. ആ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു രസമാണ്. ഞാൻ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് എൻജോയ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അച്ഛനും മോനും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അതിനിടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അലൂസ് ഗ്ലാസ് കൂടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. എനിക്ക് അവൻ ഹെൽമെറ്റിലെ ഗ്ലാസ് താത്തി വെച്ചതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ അതൊന്ന് പൊക്കി വെക്കുന്നു പറഞ്ഞു. അപ്പോൾ കൈ അവിടെ നടുവിൽ വെച്ച്. ഈ കോപ്രായം തന്നെയാണ് അവൻ എപ്പോഴും കാണിക്കാറ്. അത് മാറ്റാൻ പറഞ്ഞാലും അവൻ മാറ്റത്തൊന്നുമില്ല, അത് തന്നെയാണ് കാണിക്കുന്നത്. എന്താ അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല. കുറേ നേരം ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ മാറ്റിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മളെക്കാളും ഉത്സവങ്ങൾക്കൊക്കെ പോകാൻ കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുക, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്കും താല്പര്യം ഉണ്ട്, ഇല്ല കേട്ടോ. കാരണം അവിടെ കുറേ നമുക്ക് വേണ്ട സാധനങ്ങളും കിട്ടുമല്ലോ. ഞങ്ങൾ ഏകദേശം കൊയിലാണ്ടി എത്തിയ സമയത്ത് അല്ലൂസ് ഉറങ്ങിപ്പോയിട്ടോ. അതിന് മുമ്പേ ഉറങ്ങിക്കുന്നത്. കൊയിലാണ്ടി എത്തിയപ്പം നല്ല ഉറക്കത്തിലായിരുന്നു അവൻ. വലിയ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഓർത്തു വലിയ തിരക്കില്ലല്ലോ. സാധാരണ പിഷാരിക്കാവിൽ ഉത്സവം നടക്കുന്ന സമയത്ത് നല്ല ബ്ലോക്കായിരിക്കും. അത് നമ്മൾ ഈ വീഡിയോ കണ്ടവർക്കും പിന്നെ പിഷാരിക്കാവ് ഉത്സവത്തിന് വന്നവർക്കും ഒക്കെ അറിയാം. ഭയങ്കര തിരക്കായിരിക്കും അവിടെ. നമുക്ക് വാഹനങ്ങൾ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അത്ര ക്രൗഡായിരിക്കും. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞങ്ങൾ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഫുള്ള് ബ്ലോക്കാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഏരിയാസിലൊക്കെ അത്യാവശ്യം അറിയാം എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കുറച്ച് വണ്ടികൾ തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം നിങ്ങൾക്ക്, ഒരു കാവിൻ്റെ. അതിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ പോയാൽ പോരാ, വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം. നമ്മൾക്ക് അറിയില്ല, റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ ആൾക്കാർ പോകുമ്പം അവർ പിഷാരിക്കാവിലേക്കാണ് അത് എത്തിച്ചേരുന്നതെന്നുള്ളൊരു ഐഡിയ ധാരണ നമുക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളും പോയി. കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് വഴി ഏതാണെന്ന് നമുക്കും അറിയില്ല. അത് മുമ്പിൽ സാധാരണ പോലെ തന്നെ നമ്മൾ മുമ്പിൽ പോകുന്ന ആളുടെ കൂടെ ഇങ്ങനെ പോയി. നമ്മുടെ പിന്നിൽ ഒരുപാട് വണ്ടികൾ കിട്ടും. നമുക്ക് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ശരിക്കും വെളിച്ചം കാണാൻ പറ്റും, ഒരുപാട് വണ്ടികൾ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെയും ബ്ലോക്ക്. ഓപ്പോസിറ്റ് ചെയ്തോ 2 വലിയ വണ്ടി വന്നതിന് ശേഷം നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി. ഈ പിഷാരിക്കാവ് ഉത്സവത്തിന് സമയം ഇങ്ങനെയാണ്. കാരണം മെയിൻ റോഡിൽ ബ്ലോക്കുകൾ വരുന്നതുകൊണ്ട് ഒരുവിധം വാഹനങ്ങളൊക്കെ ഈ കട്ട് റോഡ് വഴിയാണ് പോവുക. അപ്പോൾ കട്ട് റോഡും ബ്ലോക്കായിട്ട് നമ്മൾ ഇഴഞ്ഞു വേണം പോരാ. പക്ഷേ ഒരു രസമാണ്. നമുക്ക് ബൈക്കിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറുക്ക് വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല വൈബാണ്. ആരാണ് ഈ ചേച്ചിന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി നന്നായിട്ടില്ല ഹൈലൈറ്റ് ആണ്. എന്തോ കാര്യം ചേച്ചിയുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞു വഴി കൂടെ പോകണം കേട്ടോ. ആ വഴി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് എടുക്കാനൊക്കെ. മുന്നിലിരിക്കുന്ന ചേച്ചി വീഴാൻ പോയി അവിടെ നിന്ന്. അപ്പോൾ അവിടെ ഉള്ളവർ പറയണ്ട ഇറങ്ങിക്കോ ചേച്ചി ഇറങ്ങിക്കോ. ചേച്ചി ഇറങ്ങിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് നല്ല പേടിനെ ഞാൻ നിലത്തെത്തോന്നുള്ള. പക്ഷെ എന്തോ ഭാഗ്യം തട്ടിമുട്ടിയൊക്കെ ആ വഴി കൂടെ നമ്മളങ്ങ് കടന്നു. ഒരു കുളത്തിന് സൈഡിൽ കൂടിയാണ് കേട്ടോ ആ റോഡ്. ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ചേച്ചീനെയും ചേട്ടൻ്റെയും പിന്നാലെ ഞങ്ങളും പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു വഴിയിലെത്തി. എങ്ങോട്ടേക്ക് പോകേണ്ടതില്ല, അവിടെയും ബ്ലോക്ക്. അങ്ങനെ അവിടുത്തെ ബ്ലോക്കും ഏകദേശമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി. അപ്പോൾ 2 പേര് നടന്നു വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചേട്ടന്മാരോട് ചോദിച്ചു, ചേട്ടന്മാരെ ഈ പിഷാരിക്കാവിലേക്ക് ഈ വഴിക്ക് പോയാൽ എത്തുമോ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ആണോ എത്തുക എന്നുള്ളത്. അപ്പോൾ അവർ കാണിച്ചു തന്നു കറക്റ്റ് അത് അമ്പലത്തിൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പോയി റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വസിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ആ വഴിക്ക് മുമ്പോട്ട് പോയി.
ആ വഴിക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റൊക്കെ കാണാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അമ്പലങ്ങളുടെ സൈഡിൽ നമുക്ക് ഉത്സവത്തിന് ട്യൂബ് ഇങ്ങനെ കെട്ടി വയ്ക്കുമല്ലോ വെളിച്ചത്തിന് വേണ്ടിയിട്ട്, അത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വഴിക്ക് കുറച്ച് മുമ്പോട്ട് പോയ സമയത്ത് ഏകദേശം നമുക്കൊരു പ്രതീക്ഷ തരുന്ന പോലെ അവിടെ നമുക്ക് ലൈറ്റ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുമ്പോട്ട് എത്തിയ സമയത്ത് കുറച്ച് ഏൻറ്റിമാരും കുറച്ച് കുട്ടികളൊക്കെ പോകുന്നുണ്ട്, കണ്ടില്ലേ. അവർ ആ കോസ്റ്റ്യൂം വെച്ച് ഞങ്ങൾ മനസ്സിലാക്കി അവർ അമ്പലത്തിലേക്കാണെന്ന്. ഇപ്പം പിന്നെ കോസ്റ്റ്യൂമിലൊന്നും അല്ല കേട്ടോ കാര്യം സത്യം പറഞ്ഞാൽ. പക്ഷേ എന്തോ എനിക്ക് തോന്നി അമ്പലത്തിലേക്കുള്ളവരാണെന്ന്. ഇവിടുന്ന് ഈ സമയത്ത് ഇത്രയും ഗേൾസൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ട്, അത് അമ്പലത്തിലേക്ക് തന്നെയായിരിക്കും. പിന്നെ ലൈറ്റും കണ്ട്, സാധാരണ ഉത്സവ പറമ്പുകളിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. വഴിയോരങ്ങളിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുത്തോല സംതിങ് അങ്ങനെ അതൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേമായി അവിടേക്ക് തന്നെയാണ് ഈ വഴി ഇങ്ങനെ പോയിട്ട് നമ്മൾ എത്താൻ പോകണമെന്നുള്ളത്. പക്ഷേ ടാസ്ക് എന്താ വെച്ചാൽ നമ്മൾ ആ റോഡിലേക്ക് കടന്നപ്പം വലത്തോട്ടോ റോഡ് ഇടത്തോട്ടോ റോഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടത്തോട്ടുള്ള റോഡിലേക്കാണെന്ന് തോന്നുന്നു. യെസ്, ഇടത്തോട്ടുള്ള റോഡിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്യും, അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടോ. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നല്ല തിരക്കായിരിക്കും, പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളോട്ടുള്ള വഴിയിലാണ്ട് ഇത്രയും ക്രൗഡായി നമുക്ക് തോന്നുന്നു. എന്നിട്ട് തന്നെ രണ്ട് സൈഡുകളും ചെറിയൊരു റോഡാണ്. അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നല്ല രീതിയിൽ ബൈക്കൊക്കെ അങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെക്കാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ പോയി. എന്നിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമുക്ക് നടക്കാൻ, നമ്മൾ ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള ഭാഗത്താണ്. മുന്നിലല്ല വരുന്നത്, പിന്നിലുള്ള ഭാഗത്തായിരുന്നു. എന്നാലും വേണ്ടിയില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തു, ആ എൻട്രൻസിലൂടെ കയറാമെന്ന് കരുതിയിട്ട് അവിടെ വണ്ടി നിർത്തി. അല്ലൂസിന് ഒരു പേടിയില്ലാത്തതുകൊണ്ട് അല്ലൂസ് വേഗം മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ കുറച്ചുകൂടി സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച സമയത്ത് നല്ല വെളിച്ചമൊക്കെ വന്നു, ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്നിങ്ങനെ പോയി. അങ്ങനെ എത്തി, നമ്മൾ എൻട്രൻസിലെത്തി. ഇത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ടെന്ന്, ഒരുപാടെന്ന് പറഞ്ഞാൽ പോരാ, എത്രയോന്ന് പറയണം. എനിക്ക് എന്താ വെച്ചാൽ ഒരുപാട് ക്രൗഡഡ് ആയതുകൊണ്ട് അനുവേട്ടൻ അങ്ങനെ സമ്മതിക്കില്ല, അവിടെയും പോയി ഇവിടെയും പോയി ഒന്നും വീഡിയോ എടുക്കാനുള്ള അവരങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ നിന്നിടത്തുനിന്ന് എടുത്ത വീഡിയോസാണിത്. ഞാൻ എത്ര മാക്സിമം സൂം ചെയ്യാൻ പറ്റും മാക്സിമം ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. 5 ആനകളൊക്കെ നിൽക്കുന്നുണ്ടായിട്ടോ. പിന്നെ ഒരുവിധം വടക്കൻ മലബാറിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പിഷാരിക്കാവിൻ്റെ ഐതിഹ്യങ്ങൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ദേവി ഇവിടെ വന്നതെന്നുള്ള കാര്യങ്ങൾ, ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് ശരിക്കും എൻ്റെ അറിവിലുള്ളതാണ്. എനിക്കിതിൽ എത്രത്തോളം കണ്ടൻറ്റ് ഇത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കേൾവി ഇതാണ്. പണ്ട് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പില്ലേ, വൈശ്യന്മാരുടെ ഏതാനും കുടുംബങ്ങൾ നമ്മുടെ കൊല്ലത്ത് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അന്നത്തെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണ കച്ചവടം, അതേമാതിരി നെയ്ത്ത്, പട്ട് നെയ്ത്തുമായിരുന്നു. അപ്പോൾ ഇത് സ്വർണ്ണ കച്ചവടം പട്ട് നെയ്ത്തും ആയതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം ധനികരായിരുന്നു. ഈ ധനികരായിരുന്ന ആളുകളിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ നാട് വിട്ടിട്ട് ശ്രീബോർഗലിൽ പോയിട്ട് ഭഗവതിയെ സേവിച്ചിട്ട് അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദിനംപ്രതിയുള്ള സേവയിൽ സംപ്രീതിയായിട്ടുള്ള ദേവി ഒരു ദിവസം അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുവാണ്, ആരോ അടുത്ത് വന്നിരുന്ന് പറയുന്ന പോലെ, ഞാൻ നിൻ്റെ പൂജയിൽ സംപ്രീതയാണ്, നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, നീ എവിടെ ഉണ്ടോ ഞാനും അവിടെ ഉണ്ടെന്ന് നീ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ നാന്തകം വാളെടുക്കുക, അത് വെച്ച് നീ എന്നെ പൂജിച്ചോളൂ. ആ നാന്തകം വാൾ വെച്ച് പൂജിക്കുന്ന കാലത്തോളം ഞാൻ ദേവിയായിട്ട് തന്നെ നിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നീ നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആൾക്ക് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുക, ആൾ ഞെട്ടിയിട്ട് ഇത് തോന്നലാണോ യാഥാർത്ഥ്യമാണെന്ന്. അപ്പം ആൾ കണ്ടു അത്രേ, ആ വൈശ്യനാണ് ആൾ കണ്ടു ദേവിയുടെ ഒരു പ്രസൻസോ അവിടെ ഒരു ദൈവിക ചൈതന്യം, ഒരു പ്രകാശവും മുപ്പിൽ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇതെന്തായാലും ദേവി പറഞ്ഞത് തന്നെയാണെന്ന്. അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഈ നാന്തകം വാളെടുത്ത്, അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തലയുടെ ഭാഗത്തായിട്ട് ഒരു നാന്തകം വാളും കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ നാന്തകം വാളും എടുത്ത് നാട്ടിലേക്ക് വന്നു. എന്ന് വെച്ചാൽ കൊല്ലത്ത് അദ്ദേഹത്തിന് ഇപ്പം ശരിക്കാവ് സ്ഥിതി ചെയ്യുന്ന ആ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബങ്ങളുടെ ഒപ്പം വന്ന് താമസിക്കേണ്ടേ. അവിടെ തന്നെ അവർ അത്യാവശ്യം ഈ നമ്മൾ പറഞ്ഞ പോലെ ധനികരായതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം വെച്ചു. ഈ നാന്തകം വാള് പീഠത്തിൽ വെച്ച് പൂജിക്കുകയും ചെയ്തു. ഇങ്ങനെ പൂജ ചെയ്തിരിക്കുന്ന സമയത്ത് ദേവി സംപ്രതിയായി വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം ഐശ്വര്യങ്ങൾ അമിതമായി വരികയും ഇവരെന്താണ് വളരെ 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 ധനികരാവുകയും ചെയ്തു. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഈ നാന്തകവാൾ വെച്ച് പൂജിച്ചിരുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ അവരൊരു വിഷഹാരിയായിരുന്നു. അപ്പോൾ ഈ വിഷഹാരി അദ്ദേഹം വെച്ച് പൂജിക്കുന്ന ക്ഷേത്രം ആയതുകൊണ്ട്, ദേവി ആയതുകൊണ്ടും ആദ്യത്തെ ഈ പിഷാരിക്കാവിൻ്റെ പേര് വിഷഹാരിക്കാവ് എന്നായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. വിഷഹാരിക്കാവ് പിന്നീട് കാലക്രമേണ അത് കുറുകി അങ്ങനെ അതിന് പിഷാരിക്കാവ് എന്നായതാണെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല, പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ നാട് ഇതാണെന്ന് നമ്മളത് വിശ്വസിക്കുന്നു.
അങ്ങനെ അവർ ധനികരായി. പിന്നീട് ദേവി ഇവിടെ കുടികൊണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്നും ഇവരൊക്കെ പോയി എന്ന് വെച്ചാൽ രാജാവ് കൽപ്പിച്ചതനുസരിച്ച് നാട്ടിൽ വിട്ട് ഈ വൈശ്യന്മാരൊക്കെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം എനിക്ക് അത്ര കൂടുതലായിട്ടൊന്നല്ല, പക്ഷേ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ഈ ടിപ്പു സുൽത്താൻ്റെതും അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഭഗവതിയെ പറ്റി കേൾക്കാം. നമ്മുടെ നാട്ടിലേക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വടക്കൻ നാട്ടിലൊക്കെ പറയും ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ പിഷാരിക്കാവിലെ ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ വടക്കൻ കേരളത്തിലുള്ളവർക്ക്. എന്ന് വെച്ചാൽ മലബാറിൽ നമ്മൾ കോഴിക്കോട്, കൊല്ലം, കൊയിലാണ്ടി ഭാഗത്താണ് ഇതിരിക്കുന്നത്, അവിടെ ഉള്ളവർക്ക്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് പോയ സമയത്ത് എത്രയുള്ള ഇതിൻ്റെ ഐതിഹ്യം കേട്ടോ. ഞങ്ങൾ ഇന്ന് പോയ സമയത്ത് ഭയങ്കര, ഞാൻ ഇത്ര ഗംഭീരമായ വെടിക്കെട്ട് കണ്ടിട്ടില്ല. അത്ര ഗംഭീരമായ വെടിക്കെട്ടാണ്. വെടിക്കെട്ടിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പൂക്കുറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോമരം തുള്ളി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ നമുക്ക് എവിടെ നോക്കണം എന്നറിയില്ല സത്യം പറഞ്ഞാൽ. ഈ സൈഡിൽ പടക്കം പൊട്ടുന്നുണ്ട്, ഈ സൈഡിൽ കോമരം പോകുന്നുണ്ട്, കോമരത്തിൻ്റെ പിന്നാലെ കുറേ ആളുകൾ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ പൂക്കുറ്റി വെച്ച് കത്തിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പടക്കം വീണ്ടും പൊട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് തന്നെ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ ബാക്കിൽ നിന്നുകൊണ്ടും എൻ്റെ വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് തൃപ്തിയാവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് നിന്നിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തതാണ്. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, കാരണം ഒരു ഉത്സവപ്പറമ്പൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാലും നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് ഞാൻ നോക്കുന്ന സമയത്താണ് ഈ ഒരു ക്രൗഡ് അവിടെ വന്നിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയിൽ അവർ ഈ തലപ്പൊലി നടക്കുന്നവർ തലയിൽ നമ്മുടെ ഉരുളി വെച്ചിട്ട് അതിനകത്താണ് ഈ പന്തം ഇരിക്കുന്നത്. നല്ല തരത്തിലുള്ള ചൂടുണ്ടാവും കേട്ടോ. ഞാൻ ഒരിക്കൽ വെച്ചിട്ടുണ്ട്, ഇവിടെയല്ല വേറെ ഉത്സവത്തിന് ഭയങ്കര ചൂടായിരിക്കും, നമ്മുടെ തലയിലേക്ക് ദേഹത്തേക്ക് ഇങ്ങനെ ചൂടേൽക്കും. ഇത് വെച്ചിട്ടാണ് അവർ ഈ പ്രദക്ഷിണം വെച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ, ഭയങ്കര ദൈവികതയാണ് അത് കാണാൻ. നമുക്ക് കാണുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നൊരു ദേവി അവിടെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത്രയേറെ ഭംഗിയാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വിഷാരിക്കാവ് ഉത്സവത്തിന് വന്ന് കണ്ടിട്ടുള്ളവർക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ. അത്രയേറെ ഭംഗിയാണ്. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. എനിക്കിത് ഫസ്റ്റ് അനുഭവമാണ്. കാരണം ഞാൻ പണ്ട് കാലങ്ങളിൽ ഉത്സവത്തിന് വരുന്ന സമയത്ത് രാവിലെയാണ് വരാറ്. അപ്പം ഇതൊന്നും കാണാറില്ല. അപ്പം ഇങ്ങനെ കോലങ്ങൾ, തെയ്യങ്ങൾ, അങ്ങനെ സംഭവങ്ങളാണ് ഉണ്ടാവാറ് കേട്ടോ. പൂക്കുറ്റിയൊക്കെ കത്തുന്നുണ്ട്. അങ്ങേ അറ്റം മുതൽ ക്ഷേത്രത്തിൽ ആന നിൽക്കുന്ന ആ ഭാഗം തൊട്ട് നമ്മൾ ക്ഷേത്രം വരെ കുറേ ഇങ്ങനെ ഒരു ചെറിയ വേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്, ആനകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അവിടെ കുടമാറ്റം പോലെ സംതിങ് നടക്കുന്നുണ്ട്. ഒക്കെ സൂം ചെയ്ത് ഞാനിങ്ങനെ മാക്സിമം എനിക്ക് അത്രേ എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നതായിരുന്നു. ഇവിടെ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാം കേട്ടോ. കാരണം അവർ ആനയുടെ പുറത്ത് ഭഗവതിയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ യാത്ര ആവുന്ന ഒരു വീഡിയോൻ്റെ പോർഷനാണ് കേട്ടോ അത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. മുന്നിലിരിക്കുന്ന ആൾ ഭഗവതിയെ പിടിച്ചിരിക്കുന്ന ആൾ തലയിൽ എന്തോ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അത് അവരിങ്ങനെ പോണതും ആ ഒരു മൊമെൻറ്റും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ കുറച്ച് പിറകിലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആന നിൽക്കണേൻ്റെ ആന പോകുന്നില്ല അതിനെടുത്തായിരുന്നു നിന്നത്. പക്ഷേ ക്രൗഡ് അധികം ആയതുകൊണ്ട് എല്ലാവരും പോലീസുകാർ നല്ല രീതിയിൽ ആളുകളെ മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജെൻസൊക്കെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പിറകോട്ട് പോകേണ്ടി വന്നു. പൂരത്തിൻ്റെ ആ ഒരു സുഖം വന്ന് ശരിക്കും വെടിക്കെട്ട് തുടങ്ങിയപ്പോഴാട്ടെ. എന്ത് വെടിക്കെട്ടെന്നാണ് പറയുന്നത്, എൻ്റെ പൊന്നോ, ഭയങ്കര കത്തീനൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിനകത്ത് എന്ത് സാധനം വെച്ചെന്നല്ല, ബോംബ് എങ്ങാൻ പൊട്ടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സൗണ്ടിൽ പൊട്ടുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ പേടിച്ചുവിട്ടു. എൻ്റെ അടുത്തിരിക്കുന്നവർ എടുത്ത് നിൽക്കണവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ ദിവസം കൂടി ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റിനായിട്ട് പറയാണ്ടൊക്കെ പറ്റില്ല, നല്ല സുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ മഞ്ഞൊക്കെ വീഴുമ്പോൾ ഐസ്ക്രീം കഴിച്ച് നല്ല ജോളിയാക്കി വൈബാക്കി പോന്നു. പിന്നെ എല്ലാവരും ആ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷേ ഈ കമ്മൽസിൻ്റെയും ടോയ്സിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതെടുത്താൽ 20 രൂപ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ 2-3 എടുത്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരുന്നു. വീഡിയോ എടുക്കലും ഇതെല്ലാം കൂടെ നടക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് റോഡിൽ നിന്നപ്പോൾ തന്നെ ഇങ്ങനെ പടക്കങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റില്ല. കുറച്ച് നേരം അത് നിന്ന് കണ്ട് വൈബാക്കിയിട്ട് അത് ഭയങ്കര